ദൈവത്തിന്റെ പ്രവൃത്തി. നിനക്ക് എങ്ങനെയാണ് ബലം തരേണ്ടതെന്ന് നിന്റെ ദൈവത്തിന് അറിയാം. അത് ഏലിയാവ് ചോദിച്ചിട്ടല്ല ഏലിയാവിന് കിട്ടിയത്, ദൈവം കൊടുത്തതാണ്. എന്റെ സഹോദരങ്ങളെ, നമുക്ക് എങ്ങനെ തരണമെന്നുള്ളത് തീരുമാനിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ദൈവം. അതുകൊണ്ട് നാം ഈ ലോകത്തുള്ളവയ്ക്ക് വേണ്ടി ഒത്തിരി ചിന്തിക്കരുത്. തക്ക സമയത്ത് ദൈവം നമുക്കുള്ളത് തരും. വീണ്ടും കർത്താവിനെ പഠിപ്പിച്ചു. വെള്ളം പൊങ്ങുന്നതിന് മുൻപ് ഹാനോക്കിനെ ദൈവം എടുത്തു. എന്തുകൊണ്ട് വെള്ളം പൊങ്ങുന്നതിന് മുൻപ് നോഹയെ ദൈവം എടുത്തില്ല? നോഹയെ ദൈവം ഒരു പെട്ടിയിലാക്കി അവന്റെ കുടുംബത്തെ വെള്ളത്തിനകത്ത് ദൈവം സൂക്ഷിച്ചു. എന്നാൽ ഹാനോക്കിനെ ദൈവം അങ്ങനെയല്ല സൂക്ഷിച്ചത്. അവന് വെള്ളത്തിന് മുൻപേ ഭൂമിയിൽ ദൈവം എടുത്തു. ചിലരെ വെള്ളത്തിൽ നിന്ന് ദൈവം മുകളിലേക്ക് എടുത്ത് സൂക്ഷിക്കുമ്പോൾ ചിലരെ വെള്ളത്തിനകത്തൊരു പെട്ടകത്തിലാക്കി സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. നീ എവിടെയാണ് എങ്ങനെയാണ് കാക്കപ്പെടേണ്ടതെന്ന് നീ അല്ല തീരുമാനിക്കുന്നത്, നിന്റെ ദൈവമാണ്. ദൈവം നമുക്ക് തന്റെ വചനത്തിൽ കൂടി മാർമിക സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് ഏറ്റെടുത്തുകൊള്ളുക. ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. നിനക്ക് എങ്ങനെയാണ് ഭക്ഷണം തരേണ്ടത്, നിനക്ക് എങ്ങനെയാണ് ശരീരത്തിന് ബലം തരേണ്ടത്, നിനക്ക് എങ്ങനെയാണ് സൗഖ്യം തരേണ്ടത്, നിനക്ക് എങ്ങനെയാണ് ആരോഗ്യം തരേണ്ടത്, അത് ദൈവത്തിന്റെ തീരുമാനപ്രകാരം ദൈവത്തിന്റെ മക്കളുണ്ട്. അത് തക്ക സമയത്ത് ദൈവം നമുക്ക് തരും. ചെങ്കടൽ വറ്റിച്ചത് പിതാക്കന്മാരുടെ കാലത്തെ അനുഭവമാണെങ്കിൽ യോർദാൻ വറ്റിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. സ്തോത്രം. ചെങ്കടൽ വറ്റിച്ചതുപോലെയല്ല യോർദാൻ വറ്റിച്ചത്. ഒരു വടിയും ആരും നീട്ടിയില്ല യോർദാന്റെ നേരെ. അന്ന് അവരുടെ മക്കൾ വടിയില്ലാത്തത് കൊണ്ടല്ല, ദൈവം അത് സമ്മതിച്ചില്ല. തക്ക സമയത്ത് എങ്ങനെയാണ് നിന്റെ മുൻപിലെ പ്രതിസന്ധി മാറ്റേണ്ടത് ദൈവത്തിന്റെ മക്കളുണ്ട്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യം മറക്കരുത്. നിന്റെ ശരീരത്തിന് ആവശ്യമായ ബലം എങ്ങനെ തരണമെന്ന് നിന്റെ ദൈവത്തിന് അറിയാം. അത് മന്ന തരുന്ന രീതിയിലാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തരും. അല്ല 40 ദിവസത്തേക്ക് ഒരുമിച്ചാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തരും. 2, ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ മാറ്റി സൂക്ഷിക്കണമോ, അതോ ഈ പ്രതിസന്ധിയുടെ അകത്തേക്ക് ഇട്ടു തന്നിട്ട് അതിനകത്ത് കാക്കണമോ? അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മളല്ല തീരുമാനിക്കുന്നത്. ഹാനോക്കിനെ എടുക്കണമെന്ന് ഹാനോക്ക് തീരുമാനിച്ചില്ല. പെട്ടകത്തിനകത്ത് സൂക്ഷിക്കണമെന്ന് നോഹയും തീരുമാനിച്ചില്ല. തീരുമാനം ദൈവത്തിൻ്റെതാണ്. ചെങ്കടൽ വറ്റിക്കേണ്ടത് എങ്ങനെയാണെന്നും യോർദാൻ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണെന്നും തീരുമാനിക്കുന്നത് ഇസ്രായേൽ മക്കളല്ല, ദൈവമാണ്. നിന്റെ മുൻപുള്ള പ്രതിസന്ധി എങ്ങനെ പരിഹരിച്ച് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നത് നിന്റെ ദൈവമാണ്. ഇത് കേൾക്കാനാണ് ഈ പകൽ കർത്താവ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കാതിരിക്കാൻ പിശാചുകളോട് പോരാടിയിട്ടുണ്ട്. നിങ്ങളെ രോഗിയാക്കുവാൻ, ഇവിടെ വരുത്താതിരിക്കാൻ ഒക്കെ സാത്താൻ പോരാടിയെങ്കിലും ദൈവത്തിന് ഇത് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു, ഇതെന്നോട് പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി യോഗത്തിന് ശേഷം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് കർത്താവിനെ പഠിപ്പിച്ചതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത്. അത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശം. ഈ ദൂത് ഞാനും ഏറ്റെടുക്കുന്നു സഹോദരങ്ങളെ. ഈ മാസക്കാലം ദൈവത്തിന്റെ പ്രവർത്തനം. നിനക്കുള്ളത് എങ്ങനെയെന്ന് ദൈവത്തിന്റെ പക്കലുണ്ട്. അത് ശാരീരികമായിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ അത് ദൈവത്തിന്റെ പക്കലുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പിതാവും, എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവും, എന്റെ കൂട്ടുവിശ്വാസിക്ക് ഞാൻ പാസ്റ്ററുമാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും ഈ ദൂതെടുക്കേണ്ടത് ഭർത്താവായിട്ടോ അപ്പനായിട്ടോ അല്ല, ദൈവത്തിന്റെ ദാസനായിട്ടോ. ഇത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഞാൻ ഈ ദൂതന്റെ മുൻപാകെ ഇന്നലെ രാത്രി സമർപ്പിച്ചു, ഇന്ന് വീണ്ടും സമർപ്പിക്കുന്നു. നിന്റെ മുൻപിലുള്ളത് എങ്ങനെ മാറ്റണമെന്ന് നീ എല്ലാം തീരുമാനിക്കുന്നത് നീ സേവിക്കുന്ന നിന്റെ ദൈവമാണ്. നിന്റെ ശരീരത്തിന് ബലം എങ്ങനെ കിട്ടണമെന്ന് നീ എല്ലാം തീരുമാനിക്കുന്നത് നിന്റെ ദൈവമാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. എന്നെ ഇന്ന് രാത്രി പകല് കർത്താവ് ഈ സംഗീതത്തിൽ കൂടെ പഠിപ്പിക്കുന്നത് 134 ആരംഭവാക്യമാണ്.
അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. സ്തോത്രം. അവര് നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾ നോക്കി? യഹോവയുടെ ആലയത്തിൽ. ഏത് സമയത്താണെന്ന് നോക്കി? രാത്രികാലത്ത്. അവരെന്ത് ചെയ്യുകയാണെന്ന് നോക്കി? യഹോവയെ വാഴ്ത്തും. രാത്രി കാലങ്ങൾ ജീവിതത്തിൽ വരും. അപ്പോൾ നിൽക്കാൻ ഒരിടമേ നമുക്കുള്ളൂ. അവിടെ നിന്നാൽ നീ കരയേണ്ടി വരത്തില്ല. നിനക്ക് വാഴ്ത്താനിടം വരും. മണിക്കൂറുകൾ ചിന്തിച്ചാലും ഇതിന്റെ ആഴം തന്നെയാണ്. ജീവിതത്തിൽ രാത്രി കാലങ്ങൾ വരും. വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരിടവും നമുക്ക് മറവിടമല്ല. എന്നാൽ നമുക്ക് മറവിടമായി ഒരിടമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധി. ഹല്ലേലൂയ. രാത്രികാലം ജീവിതത്തിൽ വരുമ്പോൾ ഭർത്താവിൽ ഭാര്യയോ, ഭാര്യയിൽ ഭർത്താവോ, മക്കളിൽ മാതാപിതാക്കളോ, മാതാപിതാക്കളിൽ മക്കളോ, വിശ്വാസി പാസ്റ്ററിലോ, പാസ്റ്റർ വിശ്വാസിയിലോ, നിന്റെ ജോലിയിലോ, നിനക്ക് ലഭിച്ചതിലോ, നിനക്കുള്ളതിലോ നീ ചാരരുത്. മാനുഷികമായി നമ്മളങ്ങനെ ചാരി പോകാം. ചാരരുത്. നിനക്ക് ചാരുവാൻ ഒരിടമേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ സന്നിധി. രാത്രികാലങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരായ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. മുകളിൽ നാം വായിച്ച സങ്കീർത്തനത്തിൽ രണ്ട് അനുഗ്രഹീത ദൂത് കിടക്കുന്നു. ഒന്ന് ഉത്തരുമ, തൽപരമായി അഹരോന്റെ താടിയിലേക്ക് ഒലിക്കുന്ന തൈലം പോലെയുള്ള ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശാശ്വതമായ അനുഗ്രഹം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാൽ നമുക്ക് വാഴ്ത്താൻ കഴിയത്തക്കവണ്ണം നമ്മുടെ രാത്രിയുടെ അവസ്ഥയെ ദൈവം മാറ്റിയിരിക്കും. ഒരു സംശയവുമില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ സഭയ്ക്ക് ഈ ദൂത് കൊടുക്കുവാൻ കർത്താവ് എന്റെ ഹൃദയത്തിൽ തരുന്നു. എനിക്ക് മാനുഷിക വശത്തിൽ പ്രയാസം തോന്നി. കർത്താവേ, ദൈവത്തിന്റെ വചനം നന്നായി പഠിപ്പിച്ചിട്ടും അത് കേൾക്കുവാൻ ജനം കടന്നു വരാതെ മറ്റു പലതിനും വേണ്ടി ജനം പോകുന്നല്ലോ എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടപ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറയുകയാണ്, ഒരു സമൂഹം കർത്താവിന്റെ വചനം കേൾപ്പാൻ വേർപെട്ടു വരുമെന്ന്. ഞാനത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്കായതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിൽ രാത്രിയേറെ ഭാരപ്പെട്ടു. പലതും ഇന്ന് ലോകത്ത് ആത്മീയ ലേബലിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ പല തട്ടുകളിലാക്കി ആത്മീയ യോഗങ്ങൾ പോലും നടക്കുകയാണ്. ബോധമില്ലാത്ത നേതൃത്വം കൊടുക്കുന്ന പല മനുഷ്യരും ആത്മീയമല്ലാത്ത ദുരുപദേശങ്ങൾ കുത്തി നിറച്ചിരിക്കുന്ന പലരെയും ഇറക്കുമതി ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ആർക്കും ഒരു നിയന്ത്രണവുമില്ല. എന്തൊക്കെയോ സാധിച്ചതുപോലെ മടങ്ങിപ്പോകുന്നു. സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കുകയാണ്. സഹോദരങ്ങളെ, അവരെ എന്തിനാ കുറ്റം പറയുന്നത്? അവർ കാണുന്നത്, അവർ അനുകരിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്തണം. സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ പട്ടിത്താടിയും വെച്ച് അയോഗ്യമായ എന്തൊക്കെയോ രൂപത്തിൽ വന്ന് കുറെ ഡാൻസ് കളിച്ചിട്ട് പോകുമ്പോൾ ഇതാണ് ആത്മീയമെന്ന് വളരുന്ന തലമുറ ഗ്രഹിച്ചു പോയെങ്കിൽ അവർ എന്തിന് കുറ്റം വിധിക്കും? എന്തുകൊണ്ട്